ഭാര്യമാരെ കൃഷി നിലത്തിന് തുല്യമാക്കിയ അള്ളാഹു. വലിയ കുഴപ്പമൊന്നുമില്ല, അവിടെ ഉൽപാദനം നടക്കുന്ന സംഗതിയാണ്. നിസാവുക്കും ഹെർസുല്ലക്കും പൗത്തു ഹെർസക്കും മന്നാ ചെയ്തെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിനൊക്കെ വ്യാഖ്യാനങ്ങള് എഴുതിയത് വായിച്ച് അങ്ങൊക്കെ ചിരിച്ച് അന്തം പോകും. നിസാവുക്കും ഹെർസുല്ലക്കും പൗത്തു ഹെർസക്കും മന്നാ ചെയ്തും, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിസ്ഥലമാണ്. ഭാര്യമാരെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവരെന്നാണ് അസുവാജും ഭാര്യയാണ്, നിസാവും ഭാര്യയാണ്, പിന്നെ ഒക്കെ ഭാര്യയാണ്. ഭാര്യക്ക് സ്ഥിരമായ ഒരു വാക്ക് വരക്കില്ല. അസുവാജ് എന്ന് പറഞ്ഞാൽ അവിടെ ഭാര്യ എന്ന് പറയും, നിസാവ് എന്ന് പറഞ്ഞാൽ അവിടെയും ഭാര്യ എന്ന് പറയും. നിസാ എങ്ങനെ ഭാര്യയാകണത്? നിസാവ് നിങ്ങൾക്ക് മനസ്സിലായിക്കണോ? നിസാ എന്താണ്? അത് അവരാണ് നമ്മുടെ ഹർഫ്. അവിടെയാണ് കൃഷി, വൈജ്ഞാനികമായ കൃഷി ഇറക്കേണ്ടത് അവിടെയാണ്. അവരെയാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്. അതാണ് ആ പറഞ്ഞത് നിസാവുക്കും ഹർസുല്ലക്കും എന്ന് പറയുന്നത്. അതാണ്, അവിടെയാണ് നമ്മുടെ വിജ്ഞാനത്തിന്റെ വിളനിലം. അവിടെയാണ് അങ്ങനെയാണ് ഒരു ജനതയെ വാർത്തെടുക്കേണ്ടത്. സ്കൂളിലാണെങ്കിൽ സ്കൂളിലത്തെ കുട്ടികളാണ് അവിടുത്തെ നിസാവ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോളേജാണെങ്കിൽ കോളേജിലെ കുട്ടികളാണ് അവിടുത്തെ നിസാവ്, മെഡിക്കൽ കോളേജിലാണെങ്കിൽ അവിടുത്തെ സ്റ്റുഡന്റാണ് അവിടുത്തെ നിസാവ്. അവരിലാണ് ഈ വിജ്ഞാനത്തിന്റെ വിളനിലം, അവരാണ്. അതിന് വയലൊക്കെ മുസ്താദുമാരെ വയലൊക്കെ കേട്ടാ കായ്മെന്നവും കായ് തന്നവും നിന്നിട്ടായിരുന്നിട്ടോക്ക് എന്ന് വയല് വളരെ വഷളൻ വയലൊക്കെയാണ്. അതൊന്നും നമുക്ക് പറയാൻ പോലും പറ്റില്ല. എങ്ങനെ ഈ ഉസ്താദുമാർക്ക് ഇങ്ങനെ പറയണമെന്നാണ് ഞാൻ ചിന്തിക്കും. നിസാവുക്കും ഹർസുല്ലക്കും പൗത്തു ഹർസക്കും, ഈ ആയത്തെ എഴുതിയ സന്ദർഭമൊക്കെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ ആ ഹദീസൊക്കെ ഉണ്ട്. ഞാനൊക്കെ വായിച്ചിട്ട് ഒരുപാട് ഇവര് ഈ വയലിപ്പോഴല്ലേ നിങ്ങൾ കേൾക്കണം. ഞങ്ങളതൊക്കെ പഠിക്കുന്ന കാലത്ത് വായിച്ചു പോയ കിതാബാണ് അതൊക്കെ. വായിച്ചു പോയ കിതാബാണ്. ഞാന് ഇതും ഈ ഹദീസിന്റെ ഈ ഗ്രന്ഥവും പിന്നെ മുഅല്ലഖാത്തു സബ് എന്ന് പറഞ്ഞൊരു 7 പദ്യസമാഹാരം ഉള്ള ഒരു പുസ്തകമുണ്ട്, മുഅല്ലഖാത്തു സബ്. ഞാൻ കല്ലടക്കോട് പഠിപ്പിക്കുമ്പോ ആ സലഫിയ അറബി കോളേജിൽ പഠിക്കും, ഞാൻ പുസ്തകം ഇങ്ങനെ താത്തി ഇങ്ങനെയാണ് ചെന്ന് ഇരിക്കലാം. കാരണം ആകെ ക്ലാസ്സിൽ വെറും പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. തല നീർത്തലില്ല. നീർത്തിയിട്ടത് പറയാൻ പറ്റൂലേ. ഈ 2 പുസ്തകം, ഒന്ന് ഹദീസിന്റെ ഈ പുസ്തകങ്ങളും, 2 ഈ മുഅല്ലഖാത്തു സബ് എന്ന് പറഞ്ഞ 7 കവികളുടെ പദ്യസമാഹാരമുണ്ട്. 7 കവികളാണ്. അതിൽ ഒന്ന് ഉംറുൽ ഖൈസാണ് ഒന്നാമത്തത്. അതൊന്നും ഒരു നല്ല പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളുടെ മുമ്പിൽ ഇരുന്നിട്ട് ക്ലാസ് എടുക്കാൻ പറയാൻ പറ്റാതെ ചെന്ന് ഇരിക്കലേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പുസ്തകത്തിലേക്ക് തലയും താത്തി അങ്ങനെ ഇരിക്കും. പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞ് ഞാൻ അങ്ങനെ പോകും. വേറെ ഒന്നും പറയാൻ പറ്റില്ല. തലനൂർത്തി പോലെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല. അപ്പൊ അതാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഭാര്യമാരെ കൃഷി നിലത്തിന് തുല്യമാക്കി, ഭാര്യമാരെ അല്ല നിസാവുകളെയാണ് കൃഷി തുല്യമാക്കിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ വിശദീകരിച്ചു.